വാർത്തകൾ തുടരുന്നു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കെ.യു. ബിജു വധം സമൂഹമാധ്യമങ്ങളിൽ ചർച്ച സജീവം. ഡിവൈഎഫ്ഐ നേതാവ് കെ.യു. ബിജു വധക്കേസിൽ പോലീസ് പ്രതിപ്പട്ടികയിൽപ്പെടുത്തിയവരെയെല്ലാം കോടതി വെറുതെ വിട്ടപ്പോൾ മുതലാണ് നവമാധ്യമങ്ങളിൽ രോഷവും സന്തോഷവും കൊണ്ട് പോസ്റ്റുകൾ നിറഞ്ഞത്. ഇടതുപക്ഷ അനുഭാവികളുടെ പോസ്റ്ററുകളിൽ സങ്കടവും രോഷവും പ്രകടമാകുമ്പോൾ മുൻ കോൺഗ്രസ് നേതാവ് CPM-നെയും BJP-യെയും ഒരുപോലെ പരിഹസിക്കുന്നതും കാണാം. തങ്ങളുടെ ചേട്ടൻ ശ്രീകുമാറിനെ കുറ്റവിമുക്തനാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചാണ് BJP അണികൾ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സിദ്ദി മുസ്തഫ എന്നയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഓട്ടോ ഇടിച്ചാണ് പോലും സഖാവ് കൊല്ലപ്പെട്ടത്. ബിജുവിൻ്റെ അച്ഛനോടും അമ്മയോടും അവരുടെ കണ്ണീരിനോടും കൊടുങ്ങല്ലൂരിലെ പാർട്ടി നേതൃത്വം മറുപടി പറഞ്ഞേ പറ്റൂ. 15 വർഷം അവൻ്റെ സഖാക്കൾ നെഞ്ചിൽ കൊണ്ടു നടന്ന കനലിൽ വെള്ളം കോരിയൊഴിച്ച നേതാക്കൾക്ക് നന്ദി. കൊന്ന കേസിൽ നടക്കാത്ത പിരിവ് കൊല്ലപ്പെട്ട കേസിൽ നടത്തിയിട്ടും കേസ് തോറ്റുവെങ്കിൽ പിരിച്ച കാശ് എന്ത് ചെയ്തെന്ന് പണം കൈകാര്യം ചെയ്തവർ പറഞ്ഞേ പറ്റൂ. ബിജു, നീയും നിൻ്റെ ഓർമ്മകളും നിൻ്റെ സഖാക്കളുടെ ഉള്ളിലെ തീയായി എന്നുമുണ്ടാകും. ആവശ്യങ്ങൾ നടക്കാൻ കൂടെ കൂടിയവർക്ക് വേണ്ടി ഓശാന പാടാൻ പോയപ്പോൾ ചെങ്കൊടിക്ക് വേണ്ടി പിടഞ്ഞു വീണവരെ മറന്നുപോയി കാണും. നൗഫൽ കാട്ടകത്ത് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: കൊടുങ്ങല്ലൂരിലെ ഇപ്പോഴത്തെ നേതൃത്വത്തെ BJP-ക്കാരുടെ അടുത്ത് ഒരാഴ്ച ക്ലാസ്സിന് വിടണം. പ്രവർത്തകർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാം, അവരെ എങ്ങനെ ചേർത്ത് നിർത്താം, കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ നോക്കി പഠിച്ചു വരട്ടെ. ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പോലും പേടിച്ച് മുക്കി ഓടുന്നവരൊക്കെയാണ് ഇവിടെ നമ്മെ നയിക്കുന്ന സഖാക്കൾ. അനുഭാവികളെ, പ്രവർത്തകരെ, സഖാക്കളെ നിങ്ങൾ തന്നെ കാത്തോളണം. മുൻ കോൺഗ്രസ് നേതാവ് വാണി പ്രയാഗ് അന്തർധാരയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും നേതാക്കളെയും ചോദ്യം ചെയ്യാൻ നീ ആരാണെന്ന്. നിങ്ങളുടെ കൊടി പിടിച്ചതിൻ്റെ പേരിൽ പച്ചയ്ക്ക് ഒരുത്തന് പെരുവഴിയിലിട്ട് കൊന്നിട്ട് സാക്ഷികളടക്കമുള്ള കേസിൽ ആ പ്രതികളെ അല്ല കൊലപാതകികളെ CPM ഭരിക്കുന്ന ഈ നാട്ടിൽ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് മനസ്സിലായി കാണും. നാണമില്ലേ സഖാക്കളെ നിങ്ങൾക്ക് RSS-ന് എതിരാണെന്ന് പറയാൻ? പോലീസ് പ്രതിപ്പട്ടികയിൽ ചേർത്തവരെ വെറുതെ വിട്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വരൂപ് ശങ്കരനാരായണൻ ആലയുടെ പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: ഇന്ന് ഫേസ്ബുക്ക് മുഴുവൻ AR ശ്രീകുമാറേട്ടൻ നിറഞ്ഞ് നിൽക്കുകയാണ് എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ, പണം കൊണ്ടും പദവി കൊണ്ടുമല്ല ഈ മനുഷ്യൻ കൊടുങ്ങല്ലൂരിൻ്റെ നേതാവായത്. കൊടുങ്ങല്ലൂരിലെ ഏത് പ്രവർത്തകനും ഏത് സമയത്തും എന്ത് ആപത്തിലും ഒപ്പം നിന്ന് കൂടെ നടന്ന് ആവേശവും ആദർശവും പകുത്തു നൽകിയ നേതാവ്. അണികളുടെ ഇടയിൽ ഒരു ഏട്ടനായി കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയ നേതാവായി വളർന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയെ ആരാധിച്ചിട്ടുണ്ട് എങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പദവി താങ്കൾ വഹിച്ചിരുന്നു എന്നതിൻ്റെ പേരിലല്ല. ജിഹാദികളും മാർക്സിസ്റ്റ് മാടമ്പിമാരും സ്വൈരവിഹാരം നടത്തിയിരുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ തിരുസന്നിധിയിൽ പ്രവർത്തകർക്ക് മനസ്സും സമ്പത്തും ശരീരവും സമർപ്പിച്ച് പ്രവർത്തിച്ചതിൻ്റെ അംഗീകാരമാണ്. അങ്ങ് അന്ന് നടത്തിയ പോരാട്ടങ്ങളാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൻ്റെ ശാന്തതയ്ക്ക് കാരണം. അന്നേ പറഞ്ഞിരുന്നു, കോടതി വിധി കഴിയട്ടെ, ശേഷം തീരുമാനിക്കാമെന്ന്. മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്നു. അഗ്നിശുദ്ധി വരുത്തിയുള്ള രാജകീയമായ തിരിച്ചുവരവിൻ്റെ വാർത്തയ്ക്കായി കാതോർക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. നെസ്റ്റ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിവാഹം വരെ സേവനം നേടൂ.